പ്രൈമറി മുതൽ സെക്കൻഡറിയിലും ടേർഷ്യറിയിലും അതുപോലെ മെഡിക്കൽ കോളേജും നമുക്ക് പരന്നു കിടക്കുന്ന ആരോഗ്യ സംവിധാനങ്ങൾ കുറേ വർഷക്കാലമായിട്ട് നാം നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത്രയും വിപുലമായ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ ദോഷം മറ്റ് ജില്ലകൾ മറ്റ് സംസ്ഥാനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു കോവിഡ് കാലത്ത് തന്നെ മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്, ഇവിടെ പ്രൈവറ്റാണ് കൂടുതൽ, പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കുറവാണ്. അപ്പോൾ ഈ പ്രൈവറ്റുകാർ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, എങ്ങനെയാണ് പ്രൈവറ്റുകാരെ കൂടി നിങ്ങൾ സഹകരിപ്പിക്കുന്നത്? ഇവിടെ ഈ വലിയ കച്ചവടം നടക്കുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രൈവറ്റ് ഹെൽത്ത് സിസ്റ്റം, സ്വകാര്യ മേഖല, അതിന് കുറേ ദോഷവശങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും അതിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരെ സഹകരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഇപ്പോൾ അത് മാറുകയാണ്. ചില വൻകിട വിദേശ കോർപ്പറേറ്റുകൾ ഈ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ കിംസ്, മിംസ് തുടങ്ങിയിട്ടുള്ള ബേബി മെമ്മോറിയൽ, കണ്ണൂർ ബേബി മെമ്മോറിയലൊക്കെ നമുക്കവിടെ സേ ഇല്ലാതാവുകയാണ്. അത് അവരുടെ സ്വന്തമായിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്നു. ഇനി ഞാൻ പറയുന്നത്, അത്തരം ഹോസ്പിറ്റലിൽ ഒരു സാധാരണക്കാരന് ഡയറക്റ്റായിട്ട് കയറി ചെല്ലാൻ പറ്റില്ല, പോട്ടെ ഇടത്തരക്കാരനും പറ്റില്ല. അതൊക്കെ ഒരു ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗത്തെ മാത്രം കണ്ടുകൊണ്ട് അവരിൽ നിന്ന് വലിയ പൈസ വാങ്ങി ലാഭം ഉണ്ടാക്കുന്ന സംവിധാനമാണ് വരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും സാധാരണ സ്വകാര്യ ഹോസ്പിറ്റലിലും വളരെ പെട്ടെന്ന് ഓടി കയറാം ഒരു അത്യാഹിതം വരുമ്പോൾ. അവിടുത്തെ ചികിത്സാ ചെലവിൻ്റെ വർധനവൊക്കെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലെല്ലാം കൊണ്ടുവന്നിട്ട് അതിനെ നമുക്കൊന്ന് നിയന്ത്രിച്ച് നിർത്താനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. പക്ഷെ അതേ അല്ല സംഭവിക്കുന്നത്. ഈ വൻകിട കച്ചവടം മറച്ചു വെക്കാനാണ് ഗവൺമെൻറ് മേഖലയെ തകർക്കുന്നതിനുള്ള ഇപ്പോഴത്തെ ഈ കോലാഹലം.